രണ്ടാം ഏകദിനത്തിലും വിജയം നേടിക്കൊണ്ട് ടീം ഇന്ത്യ 3 മത്സര ഏകദിന പരമ്പര ഇതിനോടകം തന്നെ സ്വന്തമാക്കിയിരുന്നു. പരമ്പരയിലെ 3-ാം മത്സരം ഫെബ്രുവരി 12-നാണ് നടക്കാനായിരിക്കുന്നത്. ഇതിന് മുന്നോടിയായി പ്ലേയിങ് കോമ്പിനേഷനുമായി ബന്ധപ്പെട്ട നിർണായക അപ്ഡേറ്റുകളാണ് വന്നിരിക്കുന്നത്. ഈ റിപ്പോർട്ടുകളാണ് വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കും മുൻപ് ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ പുതിയ ക്രിക്കറ്റ് അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക. പരമ്പര സ്വന്തമാക്കിയ സാഹചര്യത്തിൽ പ്ലേയിങ് 11ലേക്ക് പുതിയ താരങ്ങൾക്ക് അവസരം ലഭിച്ചേക്കുമെന്നുള്ള റിപ്പോർട്ടുകളാണ് എത്തിയിരിക്കുന്നത്. അതേപോലെ ചാമ്പ്യൻസ് ട്രോഫിക്ക് മുന്നോടിയായി ടീം ഇന്ത്യക്ക് അവശേഷിക്കുന്ന അവസാന ഏകദിന മത്സരം കൂടിയാണ് ഇംഗ്ലണ്ടിനെതിരായ 3-ാം മത്സരം. അതുകൊണ്ട് തന്നെ ചാമ്പ്യൻസ് ട്രോഫിയുടെ ഒരു മുന്നൊരുക്കം എന്ന വണ്ണം ഏറെക്കുറെ സാധ്യത 11 ഇറക്കി പരീക്ഷിക്കുവാൻ തന്നെയായിരിക്കും ഗംഭീർ പദ്ധതിയിടുന്നത്. അതേപോലെ ടീമിന്റെ സീനിയർ പേസറായ ജസ്പ്രീത് ബുംറ പ്ലേയിങ് 11ലേക്ക് എത്തുമോ എന്ന് തന്നെയാണ് ആരാധകർ ഉറ്റുനോക്കുന്ന മറ്റൊരു കാര്യം. ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള സ്ക്വാഡിലും ഇംഗ്ലണ്ടിനെതിരായ ഏകദിന സ്ക്വാഡിലും ബുംറയെ ഉൾപ്പെടുത്തിയെങ്കിലും കഴിഞ്ഞ 2 മത്സരങ്ങളിലും പ്ലേയിങ് 11ലേക്ക് ബുംറയെ ഉൾപ്പെടുത്തിയിരുന്നില്ല. പരിക്ക് മൂലം അദ്ദേഹത്തിന്റെ പ്രധാന മത്സരങ്ങൾ നഷ്ടമാകുമോ എന്നുള്ള സാഹചര്യങ്ങൾ വരെ നിലനിൽക്കെ 3-ാം ഏകദിനത്തിലും ബുംറയ്ക്ക് അവസരം ഉണ്ടാകില്ല എന്നുള്ള റിപ്പോർട്ടുകളാണ് വന്നിരിക്കുന്നത്. ഹർഷിത് റാണയ്ക്ക് പകരം ഹർഷ്ദീപ് സിംഗിനെ പ്ലേയിങ് 11ലേക്ക് ടീം ഇന്ത്യ തിരികെ എത്തിക്കും. ആദ്യ 2 മത്സരങ്ങളിലും ഹർഷിത് റാണയായിരുന്നു ഹർഷ്ദീപ് സിംഗിന് പകരം പ്ലേയിങ് 11ലേക്ക് എത്തിയത്. മുഹമ്മദ് ഷമി പ്ലേയിങ് 11ൽ തുടരുമ്പോൾ ശ്രേയസ് അയ്യർക്ക് പകരം ഒരുപക്ഷെ 3-ാം ഏകദിനത്തിലേക്ക് ഋഷഭ് പന്തിനെ ടീം ഇന്ത്യ പരിഗണിച്ചേക്കാം. ഈ 2 മാറ്റങ്ങൾക്ക് പുറമെ മറ്റൊരു മാറ്റം കൂടി ടീം ഇന്ത്യയുടെ ഭാഗത്തുനിന്നും പറയുന്നുണ്ട്. അക്സർ പട്ടേലിന് പകരം വാഷിംഗ്ടൺ സുന്ദർ പ്ലേയിങ് 11ലേക്ക് എത്തിയേക്കാമെന്നുള്ള റിപ്പോർട്ടാണ് ഇതിൽ കാണുന്നത്. വൈസ് ക്യാപ്റ്റൻസി റോളിലായതിനാൽ തന്നെ ശുഭ്മാൻ ഗില്ലിനെ വിശ്രമം അനുവദിക്കാൻ ടീം ഇന്ത്യ തയ്യാറായേക്കില്ല. അതുകൊണ്ട് തന്നെ ഈ മാറ്റങ്ങളോട് കൂടി ഒരു പ്ലേയിങ് 11 ആയിരിക്കും തീർച്ചയായിട്ടും 3-ാം ഏകദിനത്തിനായി ടീം ഇന്ത്യ തയ്യാറാക്കുന്നത്. വീഡിയോ അവസാനിക്കുന്നു. പുതിയ ക്രിക്കറ്റ് അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക.